മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം ആൻഡ് കാച്ചേരി. സന്നദ്ധ സംഘടനകൾക്കായി പെരിന്തൽമണ്ണയിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. പൊന്യാകുർഷിയിലെ ISS എഡ്യൂക്കേഷൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ഹാളിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ IAS എന്ന സ്വപ്നം സഫലമാക്കുന്നതിന് മികച്ച പ്രവർത്തനങ്ങളാണ് നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിൽ നടന്നുവരുന്നത്. 100ഓളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് പഠനവും താമസവും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സിവിൽ സർവീസ് അക്കാദമിയിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സർക്കാർ ഇതര ഏജൻസികളുടെയും വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിനും സന്നദ്ധ സംഘടനകൾക്ക് എങ്ങനെയെല്ലാം ഫണ്ട് ലഭ്യമാക്കാമെന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നതിനുമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശില്പശാല നടത്തുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ നേതൃത്വത്തിലാണ് ശില്പശാല നടക്കുക. പൊന്യാകുർശിയിലെ IAS എഡ്യൂക്കേഷൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ഹാളിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശില്പശാല നടക്കുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും ശില്പശാല നടക്കുന്നത്. ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ടുകൾ നേടിയെടുത്ത ക്ഷേമ വികസന തൊഴിൽ ആരോഗ്യ പദ്ധതികൾ നടപ്പാക്കുന്നതിന് സന്നദ്ധ സംഘടനകളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. സംഘടനാ പ്രവർത്തന രംഗത്ത് നിരവധി തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നം ഇത്തരം ഓർഗനൈസേഷനുകളെല്ലാം ഒരു കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും അവർ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടോ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയും എന്നാൽ ഇതിൻ്റെ അനന്ത സാധ്യതയായിട്ടുള്ള ഒരു NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് അവർ വരുന്ന സാഹചര്യം ഇല്ലാതെയായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, NGOs, ലൈബ്രറികൾ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് CH സെൻ്ററുകൾ, അത്തരത്തിലും ചാരിറ്റി ഓർഗനൈസേഷനുകൾ, പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ, ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഈ സംഘടനകളെ കൃത്യമായിട്ട് അവർക്കൊരു ദിശാബോധം നൽകി എങ്ങനെയാണ് ഒരു NGO വർക്ക് നടത്തേണ്ടത്, അതിനെന്തെല്ലാം സഹായങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാകും, എന്തെല്ലാം സഹായങ്ങൾ CSR ഫണ്ട് വഴി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനേക്കാളും വലിയ CSR ഫണ്ടുകൾ ചെലവഴിക്കുന്ന കമ്പനികളുടെ കൂട്ടായ്മകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ഗാന്ധി ജയന്തി ദിനത്തിൽ വളരെ വിപുലമായിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമോടുകൂടെ ഒരു NGO സമ്മിറ്റ് നടക്കുകയാണ്. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാഡമി ഫോർ സിവിൽ സർവീസസിൽ പെരിന്തൽമണ്ണയിലെ പൊന്യാകുർശിയിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ഇൻസൈറ്റ് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരിശീലനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ, സൊസൈറ്റികൾ, ട്രസ്റ്റ്, കമ്പനി, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, ഹെൽത്ത് ക്ലബ്ബുകൾ എന്നിവയുടെ ഭാരവാഹികൾക്കും പുതിയ സംഘടനകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ശില്പശാലയിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്നദ്ധ സംഘടന, നിയമ ഉദ്യോഗസ്ഥ, ഇൻകം ടാക്സ്, കൺസൾട്ടിംഗ് രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ശില്പശാലയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.